Hello everyone, welcome to Maths with Deepak Krishna. So നമ്മൾ പെർസെൻറ്റേജസിൻ്റെ 5 പാർട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6th പാർട്ടാണ്, മെൻസുറേഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഫസ്റ്റ് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്, ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് എറർ, ചേഞ്ച് ഇൻ പെർസെൻറ്റേജ്, ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു പെർസെൻറ്റേജ് ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ചേഞ്ച് ഇൻ പെർസെൻറ്റേജ്, ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എപ്പോഴും ഫൈനൽ വാല്യൂ, ഓക്കെ, ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ, ഓക്കെ, ഇനിഷ്യൽ വാല്യൂ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100. ഓക്കെ, ഇനിഷ്യൽ വാല്യൂ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 100 കൊടുക്കുക, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഒരു ഏരിയ, ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ആദ്യം 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വെക്കുക. ആ സ്ക്വയറിൻ്റെ ഇപ്പോൾ ഇതാ ഒരു സ്ക്വയർ, ഓക്കെ, 20 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ഏരിയ. ഇനി ഈ ഏരിയ സൈഡ്, സ്ക്വയറിൻ്റെ സൈഡിന് കുറച്ച് ചേഞ്ച് സംഭവിച്ചു, അതായത് കുറച്ച് ഇൻക്രീസ് ചെയ്തെന്ന് വെക്കുക. അപ്പോൾ സ്ക്വയർ കുറച്ചുകൂടെ വലുതായി, ഓക്കെ, വലിയ സ്ക്വയറായി. അപ്പോൾ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 40 എന്ന് വെക്കുക, 40 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ സ്ക്വയറായി. അപ്പോൾ ഈ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനിഷ്യൽ വാല്യൂ, ഓക്കെ, ഇതായിരിക്കും ഇനിഷ്യൽ വാല്യൂ, ആദ്യമുള്ള വാല്യൂ. ഓക്കെ, രണ്ടാമത്തെ ചേഞ്ച് സംഭവിച്ചതിന് ശേഷമുള്ളതാണ് ഫൈനൽ വാല്യൂ. ഓക്കെ, സോ ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചേഞ്ച് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ, ഓക്കെ, ഇനിഷ്യൽ ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടും. ഇനിയിപ്പോൾ പെർസെൻറ്റേജ് ഇൻ എറർ ആണ് ചോദിച്ചിരുന്നെങ്കിലും ഇതേപോലെ തന്നെയാണ്, ഫൈനൽ മൈനസ് ഇനിഷ്യൽ വാല്യൂ. അപ്പോൾ നമുക്ക് ആ എറർ എത്രയാണെന്ന് മനസ്സിലാക്കും, അതാണ് ആ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഇൻറ്റു 100. ഓക്കെ, ബേസിക് ഒരു ഐഡിയ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ മെൻസുറേഷൻ റിലേറ്റഡ് ആകുമ്പോൾ ഇപ്പോൾ ഒബ്ജക്റ്റ് ഇപ്പം സർക്കിൾ ആവാം, സ്ക്വയർ ആവാം, റെക്റ്റാങ്കിൾ ആവാം. അപ്പോൾ ഏതാണെങ്കിലും സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ദ ബേസ് റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഇതിനർത്ഥം ആദ്യം നമുക്കൊരു സർക്കിൾ ഉണ്ട്, ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൻ്റെ ഫസ്റ്റ് ഒരു റേഡിയസ് ഉണ്ടാവും, അല്ലേ, ഇതായിരിക്കും സർക്കിളിൻ്റെ റേഡിയസ് R1 എടുത്തു. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിൻ്റെ ബേസ് റേഡിയസ് ചേഞ്ച് ചെയ്തു, ഇൻക്രീസ്ഡ് ബൈ 25%. ഓക്കെ, 25% കൂട്ടിയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ഈ സർക്കിൾ വലുതാവുകയല്ലേ ചെയ്യുന്നത്. റേഡിയസ് 25% കൂട്ടുമ്പോൾ സർക്കിൾ ഒബ്വിയസ്ലി വലുതാവും. ഓക്കെ, അപ്പോൾ ഇവിടെ പുതിയ റേഡിയസ് ഉണ്ടാവും, ദാറ്റ് ഈസ് R2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ. നമുക്കറിയണം ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് πr² ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു πr², ഇതാണ് ഏരിയ. അപ്പോൾ ആദ്യത്തെ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഞാൻ ഫസ്റ്റ് സർക്കിൾ A1 എന്ന് എടുത്തു, അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? πr1². സെക്കൻഡ് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ A2 ഈസ് ഈക്വൽ ടു πr2². ഓക്കെ, അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ചേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി നോക്കാം. റേഡിയസ് എത്രയാണ് ഇൻക്രീസ് ആവുന്നത്? 25% ഇൻക്രീസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 25%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എടുക്കുക. സോ 25% ഫ്രാക്ഷണൽ വാല്യൂ എത്രയാണ്? 1/4. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ബേസ് 4ൻ്റെ ഡിനോമിനേറ്ററിൻ്റെ 25% ആയിരിക്കും ന്യൂമറേറ്റർ. അപ്പോൾ ഇനിഷ്യൽ ഫസ്റ്റ് റേഡിയസ് 4 ആണെങ്കിൽ 25% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5 ആയിരിക്കും. അതായത് ആദ്യത്തെ R1 4 ആണെങ്കിൽ, ഓക്കെ, ആദ്യത്തെ R1 4 ആണെങ്കിൽ ഇൻക്രീസ് ചെയ്തതിന് ശേഷം R2 എത്രയായിരിക്കും? R2 എന്ന് പറയുന്നത് 5 ആയി മാറും. ഐഡിയ കിട്ടിയോ? ഇനി നമുക്ക് രണ്ടുപേരുടെയും ഏരിയൻ്റെ റേഷ്യോ നോക്കാം. ഓക്കെ, ഞാനിപ്പം ഇതാ ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കാം. A1 ഈസ് ടു A2. ഓക്കെ, A1 ഈസ് ടു A2 രണ്ടുപേരുടെയും റേഷ്യോ എടുത്തു. A1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? πr1². A2 എന്ന് പറഞ്ഞാൽ πr2². ഓക്കെ, റേഷ്യോയിൽ രണ്ട് സൈഡും സെയിം ആൾക്കാരുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, കോൺസ്റ്റൻ്റ് ആണ്, സോ നമുക്കത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ പയ്യും പോയി.
അപ്പോൾ R1² ഈസ് ടു R2², കാരണം ഇത് നോക്കിയാൽ മതി. അപ്പോൾ R1 എന്ന് പറയുന്നത് എത്രയാണ്? R1 ഇസ് ഈക്വൽ ടു 4. R2 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. സോ ഇവിടെ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 4² ഇസ് ടു ഇവിടെ എത്ര വന്നു? 5². ദാറ്റ് ഈസ് 16 ഇസ് ടു 25. ഇതാണ് ഏരിയയുടെ റേഷ്യോസ്. ഓക്കെ, ഇതായിരിക്കും ഇനിഷ്യൽ, ഇതായിരിക്കും ഫൈനൽ. അപ്പോൾ ഇവർ തമ്മിലുള്ള ചേഞ്ച് എത്രയാണ്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അതായത് 16 25 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? +9 ആണ് അല്ലേ? 9 ആഡ് ചെയ്യുമ്പോഴാണ് 25 വരുന്നത്. അതാണ് ചേഞ്ച്. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ കാണാൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യും? പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച്. ഫോർമുല എന്താണ്? ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ. ചേഞ്ച് എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ. ഇനിഷ്യൽ എത്രയാണ്? 16 നിന്നാണ് 25 വന്നത്. സോ ഇനിഷ്യൽ 16. സോ 9 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4 ടൈംസ് പോവും. 25 4. ഓക്കെ, സോ 25 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 4 ഇത് ചെയ്യാം. അപ്പോൾ 25 ഇൻറ്റു 9 ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 45 18 225 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പോൾ 225 ഡിവൈഡഡ് ബൈ 4. സോ നമുക്ക് എത്ര കിട്ടും? ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 56 1/4 എന്ന് കിട്ടും. ഓക്കെ, 56 1/4%. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100. ഓക്കെ, സോ ഇവിടെ നമുക്ക് അപ്പോൾ ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ നമ്പർ ബി 56 1/4%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 37 1/2% ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 20%, ഫൈൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഏരിയ. അപ്പോൾ നേരത്തെ സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഒറ്റ യൂണിറ്റേ ഉള്ളൂ, πr², റേഡിയസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന് 2 ഡയമെൻഷൻസ് ഉണ്ട് അല്ലേ? റെക്റ്റാങ്കിളിൽ നമുക്ക് 2 ഡയമെൻഷൻസ് ഉണ്ട്. ലെങ്ത്തും ഉണ്ടാവും, ബ്രെഡ്ത്തും ഉണ്ടാവും. ഓക്കെ, ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്. അപ്പോൾ ഇനിഷ്യൽ ഞാൻ L1 എന്ന് എടുത്തു. ഇനിഷ്യൽ ലെങ്ത്ത് L1, ഇനിഷ്യൽ ബ്രെഡ്ത്ത് B1. ഇനി അടുത്ത ചേഞ്ച് സംഭവിച്ചതിന് ശേഷം ഇതിൻ്റെ ഡയമെൻഷൻസ് മാറി. എന്താണ് സംഭവിക്കുന്നത്? ലെങ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 37 1/2%. ഓക്കെ, അപ്പോൾ ഇവിടെ ലെങ്ത്ത് ഇവിടെ എന്തായി? ഇൻക്രീസ് ചെയ്തു. ലെങ്ത് ഇൻക്രീസും ചെയ്തു. ഓക്കെ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതോ ഡിക്രീസും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ റെക്റ്റാങ്കിൾ സംഭവിക്കുന്നത്. ഓക്കെ, എക്സാക്റ്റ് വാല്യൂസ് അല്ല, എന്നാലും പറയുന്നു ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ചേഞ്ച് സംഭവിച്ചതിന് ശേഷം L2ഉം ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B2. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇനി ഏരിയ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ആ ഫോർമുല നമുക്കറിയാമല്ലോ, ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ രണ്ടുപേരുടെയും റേഷ്യോസ് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം. L1 B1 ഈസ് ടു L2 B2. ഓക്കെ, ഇനി നമുക്ക് L1ഉം B1ഉം L2ഉം B2യുടെ വാല്യൂസ് നോക്കാം. ഫസ്റ്റ് പെർസെൻറ്റേജ് ചേഞ്ച് നോക്കുക. ലെങ്ത്തിൻ്റെ എത്രയാണ്? 37 1/2%. അപ്പോൾ 37 1/2%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എഴുതുക. ഓക്കെ, 37 1/2%. ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 3/8. ഓക്കെ, സ്റ്റാൻഡേർഡാണ് 3/8. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ലെങ്ത്ത് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ എന്ന് പറയുന്നത് 8ഉം ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്രയാണ്? 8 + 3 11. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ഇത് ലെങ്ത്തിൻ്റെ കണക്കാണ്. സോ L1 എന്ന് പറയുന്നത് 8ഉം L2 എന്ന് പറയുന്നത് 8 + 3 11ഉം. ഇനി അടുത്ത റേഷ്യോ നോക്കുക. ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 20%. അപ്പോൾ 20%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എടുക്കുക. 20% എന്ന് പറഞ്ഞാൽ 1/5. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. ഇവിടെ ഇൻക്രീസും ഇവിടെ ഡിക്രീസും. അപ്പോൾ ഫസ്റ്റ് B1, ഓക്കെ, B1ൻ്റെ വാല്യൂ ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ 5ഉം, ഓക്കെ, 5ഉം ഡിക്രീസ് സംഭവിക്കുന്നു. 5ൻ്റെ 20% ഡിക്രീസ്. 5ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 5 - 1 4.
4 ആയിരിക്കും B2. ഈ വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, സോ L1 എന്ന് പറഞ്ഞാൽ 8, B1 എന്ന് പറഞ്ഞാൽ 5. ഇവിടെ തെറ്റിപ്പോലെ 8 × 11 എന്ന് എഴുതി കളയല്. സോ 8 × 5 is to L2 is 11 and B2 is 4. ഓക്കെ, ഇനി ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക. ഈ 4ഉം 8ഉം ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 2 ടൈംസ് പോവും. സോ 10:11 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 10:11. സോ 10 ആണ് ഇനിഷ്യൽ ഏരിയ, 11 ആണ് ഫൈനൽ ഏരിയ. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ചോദിച്ചാൽ എങ്ങനെ കാണും? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ, ഓക്കെ, ഈസ് ഈക്വൽ ടു എത്രയാണ് ഡിഫറൻസ് ഉള്ളത്? 1 യൂണിറ്റ് ആണ്. ഓക്കെ, സോ ചേഞ്ച് ഇസ് 1. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ എത്രയാണ്? 10. സോ 1/10 ഇൻറ്റു 100. ഇല്ലെങ്കിൽ നമുക്ക് ആ 1/10 ഫ്രാക്ഷണൽ വാല്യൂ എടുത്താൽ തന്നെ ആ 1/10 ഫ്രാക്ഷണൽ വാല്യൂൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഇസ് 10%. ഓക്കെ, ഡയറക്റ്റ് എഴുതാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ഇസ് 10%. സോ ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്തത്, ഇഫ് the sides of a square is increased by 40%, find the percentage change in its area. ഓക്കെ, അപ്പോൾ ഇനി ഫിഗർ ഒന്നും വരയ്ക്കുന്നില്ല. നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു A സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ സൈഡ് A യൂണിറ്റ്സ് ആണെങ്കിൽ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡും ഈക്വൽ ആണ്. അപ്പോൾ A എടുക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് A സ്ക്വയർ. അപ്പോൾ പെർസെൻറ്റേജ് നോക്കുക, എത്രയാണ്? സൈഡ് ഇൻക്രീസ്ഡ് ബൈ 40% ആണ്. സോ 40% എഴുതുക. 40%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 4/10, അതായത് 2/5. ഓക്കെ, 2/5. സോ ഇവിടെ നമുക്ക് ഇനിഷ്യൽ എത്രയായിരിക്കും? ഇൻക്രീസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ആ 5 ആണ് ഇനിഷ്യൽ എങ്കിൽ ഫൈനൽ എത്രയായിരിക്കും? 5 + 2 7. ഇതായിരിക്കും ഫൈനൽ. സോ ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇനിഷ്യൽ, അതായത് A1 സ്ക്വയർ is to A2 സ്ക്വയർ. ഇതാണ് A1, ഇതാണ് A2. സോ A1 സ്ക്വയർ 5 സ്ക്വയർ is to 7 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്? 25 is to 7 സ്ക്വയർ എത്രയാണ്? 49. സോ 25 is to 49. പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് എത്ര വരും? ഡിഫറൻസസ് 25 നിന്ന് 49 ആകുമ്പോൾ 24. ഓക്കെ, അപ്പോൾ 24 ആണ് ചേഞ്ച്. സോ പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച്, ദാറ്റ് ഈസ് 24 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ എത്രയാണ്? 25 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. 25 100 കട്ട് ചെയ്ത് പോകുമ്പോൾ 4 ടൈംസ് 24 × 4, അപ്പോൾ എത്രയാണ്? 40. 24 × 2 ചെയ്താൽ 48. അതിൻ്റെ ഇരട്ടി എടുത്താൽ 4 ആവും. ഓക്കെ, 48 96. സോ ആൻസർ ഇസ് 96%, ഓപ്ഷൻ സി. ഓക്കെ, അടുത്തത് നോക്കാം. ഇഫ് ദ ബേസ് റേഡിയസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 40% and its height is decreased by 37 1/2%, find the percentage change in its area. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണെന്നാണ്. ഒബ്ജക്റ്റ് എന്താണ്? സിലിണ്ടർ ആണ്. ഓക്കെ, റൈറ്റ് സർക്കുലാർ സിലിണ്ടർ. എന്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്? വോളിയത്തിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം? വോളിയം ഓഫ് എ സിലിണ്ടർ എന്താണെന്ന് അറിയണം. അപ്പോൾ ഈ മെൻസുറേഷനിൽ ഈ ഓരോ ഒബ്ജക്ട്സിൻ്റെ ഏരിയ, വോളിയം, ഇതിൻ്റെയൊക്കെ ഫോർമുലാസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് πr²h. ഓക്കെ, πr²h. അപ്പോൾ നമ്മളെപ്പോഴും റേഷ്യോസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വോളിയം ഇൻക്രീസ് ആവുകയാണ് അല്ലേ? അതായത് ഹൈറ്റസ് എന്താണ്? ഡിക്രീസും ആവുന്നുണ്ട്, ബേസ് റേഡിയസ് എന്ന് പറയുന്നത് ഇൻക്രീസും ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വോളിയം ചേഞ്ച് സംഭവിക്കുകയാണ്. അപ്പോൾ V1 is to V2 ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന പൈ 2 പേർക്കുണ്ട്. അപ്പോൾ പൈ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിവിടെ V1 is to V2 കാണുമ്പോൾ ഈ R1 സ്ക്വയർ H1 is to R2 സ്ക്വയർ H2. ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ 2 സൈഡിലും പൈ ഉണ്ട്, ഇവിടെയും പൈ ഉണ്ട്, ഇവിടെയും പൈ ഉണ്ട്. രണ്ടും സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു, നമ്മൾ എഴുതുന്നില്ല. ഓക്കെ, ഞാൻ എഴുതുന്നില്ല, അങ്ങ് മാറ്റിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജസ് എടുക്കുക. ഫസ്റ്റ് എന്താണ്? 40% ആണ്. സോ 40% എടുക്കുക. 40%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എടുക്കുക. ഇറ്റ് ഈസ് 2/5. എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻക്രീസ് ആണ് അല്ലേ? അപ്പോൾ ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ എന്ന് പറയുന്നത് 5ഉം, ഓക്കെ, ഇനിഷ്യൽ 5ഉം 5
ഫൈനൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 + 2 7. ഓക്കെ, അപ്പോൾ ഇത് റേഡിയസ് ആണ്. അതായത് R1 = 5 R2 = 7. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി അടുത്ത പെർസെൻറ്റേജ് എടുക്കുക. നെക്സ്റ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 37 1/2%. ഓക്കെ, 37 1/2%. ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 3/8 ആണ്. സോ ഇവിടെ നമുക്ക് രണ്ട് ആൾക്കാർ ആരൊക്കെയാണ് കിട്ടുന്നത്? ഇവരുടെ ഹൈറ്റാണ്, H1 H2. ഓക്കെ, സോ H1 ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. സോ ഇറ്റ് ഈസ് 8. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ H2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8ൻ്റെ 37 1/2% ഡിക്രീസ് ആണ്. അപ്പോൾ 8ൻ്റെ 37 1/2% എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 8ൽ നിന്നും 3 കുറയ്ക്കുക, ദാറ്റ് ഇസ് 5. അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി. ഇതിവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും R1 എത്രയാണ്? 5. സോ 5² ഇൻറ്റു H1 ഇസ് 8 ഇസ് ടു R2² എത്രയാണ്? 7² ഇൻറ്റു H2 ഇസ് 5. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു 5ഉം ഇപ്പുറത്തൊരു 5ഉം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വന്നു? 8 × 5 40. സോ 40 ഇസ് ടു 7² 49. ഓക്കെ, ഇനിഷ്യൽ ഫൈനൽ. സോ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു, ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. സോ ഇറ്റ് ഇസ് 9 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഇസ് 40 × 100. അപ്പോൾ ഇവിടെ 0 0 ക്യാൻസലായി, 4 2 ടൈംസ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. അപ്പോൾ 9 × 5 45 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 45ൻ്റെ പകുതി എത്രയാണ്? 22.5. സോ ആൻസർ ഇസ് 22.5. ഇത്രയും പെർസെൻറ്റേജ് ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് എന്ത് വന്നു കഴിഞ്ഞാലും സിലിണ്ടർ ആവാം, കോണാവാം. ഇപ്പോൾ കോണിൻ്റെ ആണെങ്കിൽ കോണിൻ്റെ വോളിയം എത്രയായിരിക്കും? വോളിയം ഇസ് സിലിണ്ടറിൻ്റെ 1/3 ആണ് കോണെന്ന് പറയുന്നത്, അല്ലേ? സിലിണ്ടറിൻ്റെ 1/3. സോ ഇറ്റ് ഇസ് 1/3 πr²h. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിൻ്റെയും ജസ്റ്റ് നിങ്ങൾക്ക് മെൻസുറേഷൻ ചാർട്ട് കിട്ടും, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓരോത്തിൻ്റെയും ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ ആവാം, ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു കഴിഞ്ഞാലും മെത്തേഡ് ഇതാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഇൻറ്റു 100% ചെയ്താൽ കിട്ടും നമുക്ക് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മെൻസുറേഷൻ റിലേറ്റഡിൽ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ മോർ പ്രാക്ടീസ് ചെയ്യുക, അപ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. അപ്പോൾ ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൾ, ബൈ.